വിജയ്, ഇത് മഹേഷ്. ഹലോ. എന്റെ പേഴ്സണൽ സെക്യൂരിറ്റി. നിങ്ങളെ ഹിൽട്ടണിൽ താമസിപ്പിക്കാമെന്നാ ശേഖർ പറഞ്ഞത്. ഞാനാ പറഞ്ഞത് അത് വേണ്ട, ഇവിടെ താമസിക്കട്ടെ എന്ന്. നിങ്ങളോട് ചോദിക്കാതെ തീരുമാനമെടുത്തതിൽ നോ. ഞാൻ ജനിച്ചന്ന് മുതൽ ജോയിന്റ് ഫാമിലിയിലാണ് വളർന്നത്. ഞാൻ ഹോട്ടലിൽ എങ്ങനെ തനിച്ച് താമസിക്കുമെന്ന് ഓർക്കുമ്പോഴാ നിങ്ങൾക്ക് ഞാൻ താങ്ക്സ് പറയണ്ടേ. സോ നൈസ് ഓഫ് യു. നല്ല കാര്യമാണ് നിങ്ങൾ ഹോട്ടലിൽ താമസിക്കാത്ത. കല്യാണം കഴിഞ്ഞവർ ഹോട്ടലിൽ താമസിച്ചാൽ വലിയ പ്രശ്നമോ? പിന്നല്ലേ കല്യാണം കഴിയാത്ത നിങ്ങൾ താമസിച്ചാ? അറിഞ്ഞോ അറിയാതെ എവിടെ താമസിക്കല്ലേ? ഏയ് നരേന്ദ്ര, വിജയ് നമ്മുടെ ഗസ്റ്റ് റൂമിൽ താമസിക്കട്ടെ. എന്താ? ശേഖർ, ഗസ്റ്റ് റൂം ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. അതുവരെ വിജയ് മീനയുടെ റൂമിൽ താമസിക്കട്ടെ. അതൊരു നല്ല കാര്യമാണ്. വരൂ. വിജയ്, ഇതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവരുടെ ആവശ്യം അവിടെ നിൽക്കട്ടെ. എനിക്ക് ആവശ്യം ഒരു 100 ഫ്രാങ്ക്. അതുതാ. എന്തിനാടാ? അത് എയർപോർട്ടിൽ പന്തയം വെച്ചാന്. സാറ് കല്യാണം ആയതാന്ന് പറഞ്ഞു, ഞാൻ കല്യാണം ആയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് കല്യാണം കഴിക്കാത്ത നിത്യ ബ്രഹ്മചാരിയാന്ന്. അതെ സുകുമാര, ഞാൻ കല്യാണം കഴിച്ചില്ല എന്ന് എങ്ങനെ കണ്ടുപിടിച്ചത്? അത് വളരെ ഈസി അല്ലേ? കോമൺ സെൻസ് അവിടെയാണ് യൂസ് ചെയ്യുന്നത് ഈ സുകുമാരൻ. നിങ്ങളുടെ കഴുത്തിൽ താലി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ തന്നെയാ സഹിച്ചോണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാളെ സൈറ്റ് സീയിങ് എല്ലാം കഴിച്ചിട്ട് കറക്റ്റ് 8 മണിക്ക് കോപ്പ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് എത്തണം. ഓക്കെ. ഗുഡ് നൈറ്റ്. ഡേയ്. സുകുമാര, എന്നെ വിളിച്ചോ? ഈ മീനു എന്ന് പറഞ്ഞല്ലോ, ആരാ ഈ മീനു? അല്ല, ഇത് നരേന്ദ്ര സാറിന്റെ മോളാണോ? മോളോ? സാർ എന്നായി പറയുന്നേ? നരേന്ദ്രൻ സാറിന്റെ ഒരൊറ്റ അനീതിയാ. Hey mister, why did you click me? No, you see like. Yes, I saw. Madam, you see, I like. Yes, I saw. I mean, clicking this flower and this flower came in between. What? No. You came in between. Not my mistake. Don't repeat it again, okay? Idiot, stupid, nonsense. Hey mister. Why are you chasing me? Yeah, I came to the department store. No, I'm watching you. Since 15 minutes you are chasing me, huh? നീ ആരാന്ന് വിചാരം? പോടി. എന്താ വിളിച്ചത്? ഡി എന്നോ? നീ ആരാടാ? ഏത് നാട്ടിന്നാടാ? ആരെ നോക്കിയടാ നീ ഡീന്ന് വിളിച്ചതടാ? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ ഡാന്ന് വിളിക്കുമെന്ന് കേൾക്കണോടാ നിനക്ക്? ഇത് കൊള്ളാം, നമ്മുടെ നാടാണല്ലോ. നിനക്ക് മലയാളം അറിയോ? മലയാളം മാത്രമല്ല, എനിക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഫ്രഞ്ച് അറിയാം, ഡച്ച് അറിയാം, ഇറ്റാലിയൻ അറിയാം, ജർമ്മൻ അറിയാം, സ്വിസും അറിയാം. നിന്നെ പോലെ റോഡ് സൈഡ് റോമിയോനെ തെറി വിളിക്കാൻ വേണ്ടി പഠിച്ചതാ. റോഡ് സൈഡ് റോമിയോ? ആരാ? നീ തന്നെ. ഇനി എന്നെ ചേസ് ചെയ്തെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്, നോൺസെൻസ്. ഫോറിനിലുള്ളവർക്കെല്ലാം പേ പിടിച്ചെന്നാ തോന്നുന്നേ. ഹലോ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ, നാളെയാണ്. ബോണ്ട പാട്ട് പാടി എന്താ കളിയാക്കാണോ? നീ എന്നെ കണ്ടിട്ടല്ലേ പാടിയത്? എന്താ നിന്നെ കണ്ടിട്ടോ? മേഡം, സുന്ദരി എന്ന് പറഞ്ഞാൽ മനോഹരി എന്നർത്ഥം. എങ്കിൽ സുന്ദരി എന്ന് പാടാതെ രാക്ഷസി എന്ന് പാടട്ടെ ഞാൻ? എന്താ ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്, നോൺസെൻസ്. ഈ 3 വാക്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഇതല്ലാതെ ഇംഗ്ലീഷ് വേറൊരു വാക്ക് നിങ്ങൾക്ക് അറിയില്ലേ? ബ്ലഡി ഫൂൾ. കൊള്ളാലോ, 4ാമത്തെ ഒരു വാക്കും കൂടെ അറിയാവല്ലോ. അല്ല, ആലോചിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിലാണ് പഠിച്ചേ? ഓക്കെ, നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. പൈസ എല്ലാം വന്നു, സാധനങ്ങൾ വാങ്ങാൻ സാധിച്ചില്ല. ഞാൻ വാങ്ങിയ സാധനം കണ്ടെന്ന് സന്തോഷിക്ക്. സീ മൈ ബനിയൻ. ഇതെന്താ വവ്വാലോ?
ഞാൻ വാങ്ങിയ സാധനമൊക്കെ എവിടെ? ഇതൊക്കെ എങ്ങനെ ഇതിനകത്ത് വന്നേ? എടി കള്ളി, എല്ലാ സാധനം വാങ്ങി എന്റെ ബാഗിൽ നിന്ന് കിട്ടല്ലേ? ആരെയാ നീ കള്ളിന്ന് വിളിച്ചത്? നീയാണ് എന്റെ തിങ്സ് ഒക്കെ എടുത്തിട്ട് നാളെ എന്റെ വീട്ടിൽ വന്ന് മിസ് നിങ്ങൾ ഇതൊക്കെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് നിൽക്കും. ഞങ്ങൾ അതിന് താങ്ക്സ് പറയും. ഉടനെ നിങ്ങൾ വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞ് ഐ ലവ് യു എന്ന് പറയും. ഞങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ എങ്ങോട്ടാ പോണെന്ന് ഡേറ്റിംഗിന് വിളിക്കാം. എനിക്ക് അറിഞ്ഞൂടെ നിങ്ങളെ കുറിച്ച്? നീ പറഞ്ഞതിന് ശേഷം എനിക്കും മനസ്സിലായത് നീ നല്ല സുന്ദരിയാണ്. ഐ തിങ്ക് ഐ ലവ് യു. നമ്മളിനി വീണ്ടും എപ്പോഴാ കാണുന്നത്? ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ നോക്കി സംസാരിക്കും. നിന്നോട് ആര് ചോദിക്കും? ഹേ മിസ്റ്റർ, ഈ മീനാക്ഷി സുന്ദരത്തിനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് കളിക്കില്ല. മീനാക്ഷി സുന്ദരം ഇത് ആണുങ്ങളുടെ പേരാണല്ലോ മാഡം. അയ്യോ, എന്റെ അച്ഛന്റെ പേരാണ് സുന്ദരം, ഇഡിയറ്റ്. അച്ഛൻ ഇടിയറ്റാ? ശരിയാ, അതാ മോളും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇന്നാ നിന്റെ സാധനമൊക്കെ കൊണ്ടുപോ. എനിക്കൊന്നും വേണ്ട, ഇതൊക്കെ നീ തന്നെ കൊണ്ടുപോയിക്കോ. ടാക്സി ടാക്സി. കയ്യിൽ കാശില്ലെങ്കിലും ടാക്സിക്ക് കുറവില്ല. പാവൻ ഡ്രൈവർ. ജോലി നോക്കിട്ട് പോടാ. നീ പോടി. പോടാ. പോടി. നീ പോടാ. നീ പോടി. പോടാ. പോടി. പോടാ 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 നീ പോടാ. പോടി. പോടാ. പോടി. പോടി. ഹ. പോടാ. നീ പോടി. നീ പോടാ. നീ പോടി. നീ പോടാ. നീ പോടി. ഹേയ് റൗഡി, എന്റെ റൂമിൽ എന്താ ചെയ്യുന്നത്? എടി ഫ്രാഡേ, അത് ഞാനാ ചോദിക്കണ്ടേ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ആദ്യം നീ ഇവിടുന്ന് പോ. നീ ആദ്യം പോടി. എന്റെ റൂമിൽ വന്ന് എന്നെ പുറത്ത് പോകാൻ പറയുന്നു. അമ്മേ, എടി, നീ എന്നെ ആയിരിക്കുമല്ലേ? ഇറങ്ങി പൊടി. എടി പോവാൻ. ആ. ഇറങ്ങി പൊടി ഇവിടുന്ന്. നീ എന്നെ അടിക്കൂല. അയ്യാ. എന്താ മീനു, എന്താ പറ്റിയേ? എന്താ സാർ, എന്താ പറ്റിയത്? മീനു കണ്ടില്ലേ? മീനു. എന്താ ചേട്ടാ, ഈ റൗഡി എന്റെ മുറിയിൽ കയറി വന്ന് ശല്യം ചെയ്യുന്നു. സോറി വിജയ്, എന്തിനെങ്ങനെ റൗഡി എന്നൊക്കെ പറയുന്നത്? സോറി പറ. സോറി പറ. ചേട്ടാ, ഇവരാണ് വിജയ്. ഇന്ത്യയിൽ നിന്ന് വന്ന ഗസ്റ്റാണ്. അവരിവിടെയാണ് താമസിക്കാൻ പോകുന്നത്. നമ്മളെ കുറിച്ച് എന്താ ധരിക്കുക? സോറി പറ. വരുന്നവരെയും പോകുന്നവരെയൊക്കെ കടിക്കാൻ ഡേയ്, തുടങ്ങി. shut അവരെല്ലാം സോറി. സോറി പറ. സോറി നല്ലതുപോലെ പറ മീനു. സോറി. ദാറ്റ്സ് ഗുഡ്. ആ മിസ്റ്റർ വിജയ്, ഇത് ആരാണെന്ന് അറിയാമോ? എന്റെ ഒരു സിസ്റ്റർ മീനാക്ഷി, മീനു. സോറി വിജയ്, മീനു നല്ല കുട്ടിയാ. പക്ഷേ അവളുടെ ചേട്ടനാണ് അവളെ ഓമനിച്ച് വളർത്തിയത്. സോറി വിജയ്, ഈ പ്രശ്നത്തിന് കാരണം ഞാനാ. കറക്റ്റ് 8 മണിക്ക് ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. കടിച്ചത് ഏറ്റിട്ടുണ്ടോ? ഓ ഇല്ല സാർ, സാരമില്ല. ഇല്ലെങ്കിൽ ഒരു കടി തിരിച്ചു കൊടുത്താ പോരെ? ഞാൻ വെജിറ്റേറിയനാ സാർ. എനിക്ക് ഈ ശീലമൊന്നുമില്ല. അതാ. അയ്യോ, ഡോണ്ട് വറി മീനു, ഞങ്ങളുടെ റൂമിൽ വന്ന് താമസിച്ചോളൂ. ഓക്കേ? ഗ്രേറ്റ് ഇൻസൾട്ട്. വെരി ഗ്രേറ്റ് ഇൻസൾട്ട്. ഒരു പെണ്ണ് കിച്ചടി വരുന്ന ഇത്ര വലിയ കുറ്റമായിട്ട് കാണണോ? നീ എന്തിനാ രസം പോലെ കൊതിക്കുന്നത്? നിനക്ക് എന്താ പറ്റും? ഇതുവരെ ഞാൻ ആരുടെ അടുത്തെങ്കിലും സോറി ചോദിച്ചിട്ടുണ്ടോ? നീ സാരി ഉടുത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ആ വിജയനെ എന്ത് ചെയ്യാൻ പോണെന്ന് നോക്ക്. അവര് സാരി ഉടുപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ആ വിജയ് വെജിറ്റേറിയൻ എന്നല്ലേ പറഞ്ഞ? അതുകൊണ്ട് തന്നെ എന്നെ കട്ട് ചെയ്ത് മനുഷ്യ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാൻ പോണോ? പക്ഷെ നിന്നെ പോലെ ചാടുന്ന ഒരു തവളയെ കട്ട് ചെയ്ത് അതില് സൂപ്പ് ഉണ്ടാക്കി വെജിറ്റേറിയൻ സൂപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോണോ? തവള. ഓഹോ, ഇതാണല്ലേ തവള. ഈ തവളയിൽ ഒരു സൂപ്പ് ഉണ്ടാക്കി വിജയന് കൊടുത്താ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഇരിക്കാനാ? പാസ്പോർട്ടും എയർപോർട്ടും ഇതൊന്നും ഇല്ലാതെ തവള സൂപ്പ് കുടിച്ചിട്ട് തവള ചാടുന്ന പോലെ ചാടി ഇന്ത്യയിലോട്ട് പൊക്കോളും.
വിജയ് ഇപ്പോ കൈയുടെ വേദന എങ്ങനെയുണ്ട്? മീനു ഒന്ന് ചെയ്യേ, ഈ കയ്യിൽ കൂടി കടിച്ചാൽ വേദനയെല്ലാം ഒന്ന് ബാലൻസ് ആയ. ഇതെന്താ വിജയ്ക്ക് സൂപ്പ് കൊടുക്കുന്നില്ലേ? വിജയ് വെജിറ്റേറിയൻ അല്ലേ, മിക്സ് ആകാൻ പാടില്ല എന്ന് സ്പെഷ്യൽ ആയിട്ട് വെജിറ്റേറിയൻ സൂപ്പ് അകത്ത് വെച്ചിട്ടുണ്ട്, കൊണ്ടുവരാം. വെരി ഗുഡ്, വെരി ഗുഡ്. മിസ്റ്റർ വിജയ്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ കുടുംബം വലിയ കൂട്ടുകുടുംബം. ഈസ് ഇറ്റ്? ഈ കാലത്തും ജോയിന്റ് ഫാമിലിയോ? കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. അല്ല, ആരെ കൊണ്ടെന്നാ പറഞ്ഞത്? എന്റെ അച്ഛൻ, 2 ചേട്ടന്മാര്, ഏടത്തികൾ, ഏട്ടന്റെ മക്കള്, എന്റെ ചേച്ചി, മൊത്തം 10 പേര്. 10 പേരോ? എന്റെ ഈശ്വര, അത് വീടാണോ ലേബർ കോളനിയാണോ? മീനു ഒരുമാതിരി വിഡ്ഢികളെ പോലെ സംസാരിക്കരുത്. സോറി വിജയ്, അവൾ ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ സംസ്കാരമൊന്നും അറിയില്ല. സോറി നിനക്ക് വിജയ്. വേണ്ടി സ്പെഷ്യൽ വെജിറ്റേറിയൻ സൂപ്പ് കുടിച്ചു നോക്ക്. സൂപ്പർ. അല്ല, ആരാ സൂപ്പ് ഉണ്ടാക്കിയത്? നീയാണോ? ഇന്ന് മേഡം സൂപ്പ് വെച്ചില്ല. സത്യത്തിൽ ഇന്ന് സൂപ്പ് വെച്ച ആരാന്ന് ചോദിച്ചാൽ ആരാ വെച്ചേ? എന്താ മീനു സൂപ്പ് വെച്ചെന്നാണ് ചോദിച്ചേ? മീനു സൂപ്പ് വെക്കില്ല, മീനുന് സൂപ്പ് വെക്കാൻ അറിയില്ല, മീനു സൂപ്പ് വെച്ചാ കുടിക്കും അല്ലേ മീനു? എന്താ? തവള സൂപ്പ് സൂപ്പ് തവള, അയ്യോ തവള കടിച്ചു. സൂപ്പ് തിളയ്ക്കുന്നു. തവള ചാടുന്നു. അയ്യോ, അല്ല തവള തിളയ്ക്കുന്നു, സൂപ്പ് ചാടുന്നെന്നാ പറഞ്ഞത്. അയ്യോ മീനു, അടുത്ത് വാ. അല്ല മീനു, മിണ്ടാതെ നിന്നില്ലെങ്കിൽ നിന്നെ സൂപ്പ് വെച്ച് കുടിക്കും ഞാൻ. ചാടുന്നെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയത്, അല്ലാതെ വേറെ ഞാൻ രക്ഷയൊന്നുമില്ല. സൂപ്പ് കുടിക്കും മീനു. സൂപ്പ് കുടിക്കേ. സ്പെഷ്യൽ സൂപ്പ് സൂപ്പർ അല്ലേ? സാറേ ജ്യൂസ് റെഡി. എന്താടോ കാട്ടുപൂച്ച ഭയങ്കര എക്സസൈസ് ആണല്ലോ, വല്ല റെസ്ലിംഗിന് മത്സരിക്കാൻ വേണ്ടി പോവാണോ? ഈ ഭാഗത്ത് സാധാരണ വെള്ളക്കരടിയാണ് ഇറങ്ങുന്നത്, കാട്ടുപൂ. ഓ മീനുവിനെയാണോ ഉദ്ദേശിച്ചത്? ആ കടി കിട്ടിയ ദേഷ്യം ഇതുവരെ തീർന്നില്ലല്ലേ? നീയാണിപ്പോ കടിക്കുന്നത്. വിഷമിക്കാതെ സാറേ, സാറിന് തിരിച്ച് കടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് ഇങ്ങനെ ഞൊടിച്ചാൽ അവളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കും. അത് നടക്കില്ലടോ. നടക്കും സാർ. നടക്കില്ലടോ. പന്തയം വെക്കുന്നു. ശരി, ഒരു 100 ഫ്രാങ്ക്സ്. അന്നാ ഒരു 200 ഫ്രാങ്ക്സ് ആയിക്കോട്ടെ. എനിക്ക് ഒന്നാമതെ തലകീട്ടിനും കടം സാർ, ഒരു റൗണ്ട് ആയിക്കോട്ടെ എന്ന് ഓർത്താ. ശരി, ഓക്കെ. സാറേ, എന്റെ സാറ് ചെയ്യേണ്ടത് സാറിന്റെ കണ്ണട ഊരിട്ട് ഇതൊന്ന് വെച്ച് നോക്ക്. ഞാൻ എന്ത് ചോദിച്ചാലും കാണുന്നുണ്ട്, ഓക്കെ, സൂപ്പർ എന്ന് പറഞ്ഞാ മതി. അവള് നിങ്ങളുടെ മുന്നിൽ നിന്ന് നടുങ്ങും സാർ. കണ്ടോ മേഡം, ജ്യൂസേ. നിങ്ങളൊന്നും നോക്കാതെ ഇവിടെ നിന്ന് തുള്ളിക്കൊണ്ട് നിന്നോ. അവിടെ ഒരു നിന്ന് വായി നോക്കുവാ. അതിനെന്താ, നോക്കുകയാണെങ്കിൽ നോക്കട്ടെ. കണ്ണട വെച്ചോണ്ടാ നോക്കുന്ന മീനു. കണ്ണട ഇട്ട് നോക്കുകയാണെങ്കിൽ എന്താ, നോക്കട്ടെ. അത് സാധാരണ കണ്ണാടിയല്ല. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് പടം കണ്ടോ? കണ്ടിട്ടുണ്ട്. അതിൽ നദിയാ വെച്ചിരിക്കുന്ന കണ്ണടയാ അത്. അകത്തുള്ളതെല്ലാം പുറത്ത് കാണാൻ പറ്റും. ഇന്നലെ രാത്രി ഞാൻ അതും വെച്ചോണ്ട് ടെറസിന്റെ മുകളിൽ കിടന്ന് നിലാവിനെ നോക്കുമായിരുന്നു. നിലാവിന് വസ്ത്രമില്ലായിരുന്നു. അയ്യോ, കള്ളം പറയണ്ട, അതൊക്കെ ചുമ്മാ. ഞാൻ നടന്ന കാര്യം പറഞ്ഞത്, നിനക്ക് വിശ്വാസമില്ലേ? സാറേ, എന്റെ ഈ വലത്തെ തൊടയിൽ മാങ്ങയുടെ സൈസിൽ ഒരു മറു കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? സൂപ്പർ ആയിട്ട് കാണാം. ഇപ്പൊ വിശ്വാസമായില്ലേ മീനു? എന്റെ ഈ കറുത്ത കളറിന് മറുക് നന്നായിട്ട് കാണുന്നുണ്ട്. നിന്റെ ഈ കളറിന് ഞാനിപ്പോ എന്താ ചെയ്യാ? വെള്ളത്തിലോട്ടെടുത്ത് ചാട്. വെള്ളത്തിൽ ചാടിയ കണ്ണാടിക്ക് പവറില്ല. അയ്യോ, തണുക്കും. തണുപ്പാണോ മാനമാണോ മുഖ്യം മീനു? മാനം തന്നെ പ്രധാനം. ആലോചിക്കാനൊന്നുമില്ല, എടുത്ത് ചാട്. വേഗം എടുത്ത് ചാട്, എന്നിട്ട് മാനം കാക്ക്. മീനു കൈകെട്ടി വിറയ്ക്കുക, നടുങ്ങി വിറയ്ക്കുക. ഞാൻ പറഞ്ഞതുപോലെ മീനു കൈകെട്ടി നടുങ്ങുക. പന്തയത്തുക 200 എടുക്ക്. ഇന്നാ. അല്ല, എല്ലാം കാണാന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഇതില്. ഒന്നുമല്ലാത്ത ഈ കണ്ണട വെച്ചോണ്ട് എല്ലാം മനസ്സിലായ രീതിയിൽ അഭിനയിച്ചില്ലേ? അടിപൊളി അഭിനയമായിരുന്നു സാർ. എന്നെ രക്ഷിച്ചില്ലേ? എന്റെ കടമെല്ലാം തീർത്തിട്ട് വരാം.
താങ്ക് യു. മിസ്റ്റർ വിജയ്, വന്ന ബിസിനസ് കഴിയുന്നു കരുതി പെട്ടെന്ന് നാട്ടിലേക്ക് പോണ്ട. ഒരാഴ്ചയെങ്കിലും ഇവിടെ നിൽക്കണം. ഓക്കെ? ഓക്കെ, വിത്ത് പ്രഷർ. ചേട്ടാ, ഞാൻ ഷോപ്പിംഗിന് വന്നതാ. എന്റെ ഫ്രണ്ട്സ് എന്റെ കാർ കൊണ്ടുപോയി. നിന്റെ ഫോർട്ട് കാറിന്റെ കീതാ. ഓ, ഒരു മിനിറ്റ്. മിസ്റ്റർ വിജയ്, ഞാനും ഭാര്യയും കൂടി ബിസിനസ്സിനായി കാനഡയിൽ പോകുന്നു. തിരിച്ചു വരാൻ 2-3 ദിവസം എടുക്കും. ശേഖർ, Yeah. ഞാൻ ഇല്ലാത്ത നേരത്ത് വിജയ്ക്ക് ബോറടിക്കാതിരിക്കാൻ നീയും മീനുവും വിജയെ യൂറോപ്പ് മൊത്തം ചുറ്റി കാണിക്കണം. ഓക്കെ മീനു? ഐ വോണ്ട് ഗോ. ഓ, ഏയ് മീനു, വിജിയോടുള്ള ദേഷ്യം നിനക്ക് ഇനിയും മാറിയില്ലേ? നീ അദ്ദേഹത്തെ കടിച്ചു, അതിന് പകരമായി തവള സൂപ്പ് അവർ മാറ്റി തന്നു. പകരത്തിന് പകരം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവർ നമ്മുടെ ഗസ്റ്റാണ്. ഇദ്ദേഹത്തെ സൽക്കരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഷീസ് ഗുഡ്. ഹായ് നിഷ. How are you, Minu? I'm fine, thank you. How's your life? നീ പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലേ ഒരുത്തനെ? How's your marriage life? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ 3 മാസം മുമ്പേ അയാളെ കളഞ്ഞു. ഇപ്പൊ ഞാൻ ഒരാളെ പ്രേമിക്കുന്നുണ്ട്. ഒരുപക്ഷേ അടുത്ത മാസം കല്യാണം കാണും. Hope you have a better luck this time. Thanks for Excuse wishes. me. നിങ്ങള് ഇന്ത്യൻ അല്ലേ? അതെ, എന്നാൽ ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് ഒരുപാട് വർഷമായി. എന്നിട്ടാണോ നമ്മുടെ സംസ്കാരം മറന്ന് നിങ്ങളിങ്ങനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്? ജീവിതത്തിൽ ഒരു ആണിനും പെണ്ണിനും പ്രണയവും കല്യാണവും ഒരു പ്രാവശ്യം നടക്കണം. അവൻ നല്ലവനോ ചീത്തയോ അവൻ്റെ കൂടെ ജീവിക്കണമെന്നതാണ് നമ്മുടെ സംസ്കാരം. കേരള നാട്ടിൽ ജനിച്ച നിനക്ക് നാണമാകുന്നില്ലേ? ഇതിന് പുകഴ്ത്തൽ വേറെ, പെരുമയോടെ. ഹേയ്, എന്താ ഡല്ലായത്? അല്ല, എനിക്ക് നല്ലതും ചീത്തയും ആദ്യമായി പറഞ്ഞു തന്ന ആളാണ് അയാൾ. ആരടിയത്? നിന്റെ ബോയ്ഫ്രണ്ട് ആണോ? No, he's my guest. എനിക്കിതുപോലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാ. ജീവിതത്തിൽ ഒരു ആണിനും പെണ്ണിനും പ്രണയവും കല്യാണവും ഒരു പ്രാവശ്യം നടക്കണം. അവൻ നല്ലവനോ ചീത്തയോ അവൻ്റെ കൂടെ ജീവിക്കണമെന്നതാണ് നമ്മുടെ സംസ്കാരം. റോളർ ബ്ലേഡ് ഉപയോഗിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ലല്ലോ. കാല് തെന്നുന്നല്ലോ. അല്ല, വേഗം പഠിച്ചല്ലോ. It is the highest peak on the Alpine mountain range. You are now 13,020 feet above mean sea level. The temperature outside is minus 4 degrees Celsius. അത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ? നന്നായിട്ടുണ്ട്. Welcome to the Ice Palace. The temperature maintained here is minus 12 degrees Celsius. This keeps the ice statues intact and does not melt. You are advised not to stay here for a longer time, as you may freeze. Thank you. ജങ്ക് ഫ്രോ, നല്ല ഭംഗിയുണ്ടല്ലേ? ഏയ്, അവിടെ നോക്ക്. വളരെ മനോഹരമായിട്ടുണ്ട്. കൊള്ളാലോ.
നിങ്ങളുടെ ആൾക്കാർ ഇവിടെ ട്രെയിൻ തന്നെ ഓടിക്കുന്നുണ്ടല്ലോ. മീനു എന്താ ഇത്? അയ്യോ തണുക്കുന്നു. മീനു എന്താ ചെയ്തത്? മീനു എടുക്ക. മീനു അവിടെ നിക്കേ. അയ്യോ നിക്ക് മീനു നിക്ക്. മീനു അവിടെ നിക്കാനാ പറഞ്ഞേ. Are you okay? I'm okay. Thank you. ഒരു മിനിറ്റ്. To hot tea, please. Okay. Hi, baby. I will give you a kiss, please. Come on, I will hit you. Vijay! Come on, baby. Don't worry. Vijay! Hey, cool. Leave me. Cool, baby. Baby. Oh, I want a kiss, please. Please. Oh, baby. Oh. What are you doing? Just I mom her. എന്താ ചൂട് കൊടുക്കുവാന്നോ? വിടറാ. What? Leave her. I can give directly to you know. I said leave her. What will you do? ഞാൻ ചൂടാകും മോനെ. What will you? Sorry. No more, please, no more. I'm very sorry, please. Please. താങ്ക്സ്. എന്തിന്? റൗഡിയുടെ അടുത്ത് നിന്ന് എന്നെ രക്ഷിച്ചതിന്. നീയല്ല, ഒരു 80 വയസ്സ് കിളവി വന്നാൽ ഇതേ ഞാൻ ചെയ്യൂ. 80 വയസ്സ് കിഴവിയുടെ കൈ പിടിച്ച് വലിക്കാൻ ആരാ വരുന്നത്? 80 വയസ്സ് കിളവൻ.
അയ്യോ ട്രെയിൻ മിസ്സാകും. വേഗം വാ. ഞങ്ങൾ വരുന്നു. Yes, can I help you? When is the next train? Sorry, the last train has already left. The next train leaves early morning tomorrow. So you have to stay here tonight. ഓ ഡമ്മേ, ലാസ്റ്റ് ട്രെയിൻ മിസ് ചെയ്ത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി ഇവിടെ തന്നെ കിടക്കണം. എന്താ ഇവിടെയോ? നിങ്ങളുടെ നാട്ടിൽ എപ്പം വെളുക്കും എപ്പം ഇരുട്ടോന്നൊന്നും അറിയില്ല. രാത്രി 9 മണി സൺലൈറ്റ് നോക്ക്. ഇതെന്താ ഇന്ത്യ വിചാരിച്ച? സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിൽ 6 മണിക്ക് തന്നെ സൺസെറ്റ് ആവുന്നതുകൊണ്ടാണ് പോപ്പുലേഷൻ ഇത്രയും കൂടുതൽ. ആവശ്യമില്ല അത് ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കണ്ട. അത് ശരിയാ. എനിക്കൊരു പക്ഷെ ഇന്ത്യൻ ചെറുക്കനെ കിട്ടിയാലോ? എന്താ നിനക്ക് ഇന്ത്യൻ ചെറുക്കനോ? നടക്കുന്ന കാര്യമല്ല. ശരി ശരി, ഹോട്ടൽ വന്നു. ഇവിടെ ഒരു ഹോട്ടലേ ഉള്ളൂ. ഞാൻ പോയി റൂം ബുക്ക് ചെയ്തിട്ട് വരാം. മീനു, എവിടെ എന്റെ റൂം? നിന്റേത് എന്റേതെന്നില്ല, നമ്മുടേത്. ഇവിടെ അവൈലബിൾ ഒരു റൂമേ ഉള്ളൂ. വളരെ പാടുപെട്ടാ വാങ്ങിച്ച, അഡ്ജസ്റ്റ് ചെയ്തോ. എന്താ തമാശ പറയാ? ഒരു ബെഡിൽ എങ്ങനെ 2 പേര് കിടക്കുന്നേ? അതിനെന്താ, ഒരു ബെഡിൽ 2 പേര് കിടന്നാൽ എന്താ പ്രശ്നം? യു സ്ലീപ് ദിസ് സൈഡ്, ഐ സ്ലീപ് ദാറ്റ് സൈഡ്. ഒരാണും പെണ്ണും കൂടെ കട്ടിൽ കിടക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയായിരിക്കണം അല്ലെങ്കിൽ അമ്മയായിരിക്കണം. ഇതാണ് ഞങ്ങളുടെ സംസ്കാരം. നീ രണ്ടുമല്ല, അതുകൊണ്ട് അവിടെ പോയി കിടക്കും. എങ്ങോട്ടാ പോന്നെ? ഞാൻ പുറത്തു പോയി കിടക്കാൻ പോകുന്നു. പുറത്തു പോയി കിടക്കാൻ പോകുന്നോ? ഇതെന്താ നിന്റെ നാടെന്ന് വിചാരിച്ച? സ്വിറ്റ്സർലാൻഡ്. പുറത്തു പോയി കിടന്നാ വരണ്ടു പോവും. നിന്റെ കൂടെ കിടക്കുന്നതിലും നല്ലത് അത് തന്നെയാ. ഒരാണും പെണ്ണും കൂടെ കട്ടിൽ കിടക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയായിരിക്കണം അല്ലെങ്കിൽ അമ്മയായിരിക്കണം. ഹലോ ശേഖർ? അതെ, ഞാൻ ശേഖറാണ് സംസാരിക്കുന്നത്. അല്ല, നീ മീനുന്റെ വിജയന്റെ കൂടെ സൈഡ് സീന് പോയില്ലേ? അത് ഞാൻ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതുമല്ല കണ്ണിന് ചെറിയ വേദന ഉണ്ടായിരുന്നു. അല്ല, എന്താ വിഷയം? ഒന്നുമില്ല. കാനഡയിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യ രാഗിണി വിജയെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വിജയ് തീർച്ചയായും ഒരു നല്ല ചെക്കൻ തന്നെയാ. മീനുവിന് പറ്റിയ ജോഡി എന്നാണ് ഞാനും കരുതുന്നത്. എന്താ നിന്റെ അഭിപ്രായം? എന്താ നരേന്ദ്ര, ഞാൻ വിചാരിച്ചത് തന്നെ നീ മനസ്സിൽ കണ്ടല്ലോ. അല്ല, നമ്മുടെ വിജയുടെ ഫാമിലിയെ കുറിച്ച് നീ അന്വേഷിച്ചിരുന്നു? എക്സലന്റ് ഫാമിലി. ഓ, ഫാന്റാസ്റ്റിക്. നീ ഒരു കാര്യം ചെയ്യ്, ബിസിനസ് കൊളാബറേഷൻ നീ നോക്കിയാൽ മതി. ഫാമിലി കൊളാബറേഷൻ ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ഇപ്പോ അവർ രണ്ടുപേരും എവിടെയാ? ഗുഡ് മോർണിംഗ് വിജയ്. മോർണിംഗ്. കോഫി. ഏയ്, എന്താ ഇത്? രാവിലെ കുളിച്ച് കയ്യിൽ കോഫിയൊക്കെ ആയിട്ട്. ലുക്കിംഗ് ഗുഡ്. ദിസ് ഈസ് ഇന്ത്യൻ കൾച്ചർ. ഓഫ് കോഴ്സ് ഐ ആം ആൻ ഇന്ത്യൻ ഗേൾ. നന്നായിട്ടുണ്ട്. ഈ ഡ്രസ്സാണോ? അല്ല, ഞാൻ കോഫിയുടെ കാര്യം പറഞ്ഞു. അതും ഞാൻ ഇട്ടതാ. ഇത് നല്ല സ്വീറ്റ് ആണല്ലോ. അയ്യോ, ഞാൻ 2 സ്പൂൺ ഷുഗർ ഇട്ടുള്ളൂ. അല്ല, ഒരു പക്ഷേ കോഫി ഇളക്കിയപ്പോ നിന്റെ വിരൽ അതിൽ മുങ്ങിക്കാണും. അതാ ഇത്ര സ്വീറ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ. ഹായ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു ചേട്ടാ. താങ്ക് യു ശേഖരേട്ടാ. താങ്ക് യു. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാനും ഇവളും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഏയ് മീനു, ബർത്ത്ഡേ ആണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പറഞ്ഞെങ്കിൽ ഞാൻ ഗിഫ്റ്റ് തരില്ലായിരുന്നു. നോനു, നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരണ്ട. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഗസ്റ്റാ. ഞാൻ ആ ഗിഫ്റ്റ് തരണ്ട. ഏയ് മീനു, എന്താ ഇത്? മീനു, എന്താ കാണിക്കുന്നേ? എന്താ? നോ. ഏയ് മീനു, മീനു. അയ്യോ, എന്താ സാർ, നിങ്ങളുടെ അനിയത്തി എനിക്ക് മോതിരം ഇട്ട കണ്ടില്ലേ? എന്താ മോതിരം ഇട്ടതിൽ എന്താ തെറ്റ്? ഒരു പെൺകുട്ടി ഒരു ചെറുക്കിന് മോതിരം വിട്ടാൽ അതിന്റെ അർത്ഥം എന്താന്ന് നിനക്കറിയോ? അർത്ഥം പറഞ്ഞു കൊടുക്ക സാർ. എന്താ അർത്ഥം ഏട്ടത്തെ? നിന്റെ ചേട്ടനോട് ചോദിക്കേ. എന്താ അർത്ഥം ചേട്ടാ? ശേഖരേട്ടനെങ്കിലും എന്നോടൊന്ന് പറ. ഒരു പെണ്ണൊരു പയ്യന് മോതിരം ഇട്ട് കൊടുത്താൽ അത് കല്യാണം നിശ്ചയമെന്ന് പറയും. അതിനെന്താ, എന്തെങ്കിലും നടക്കാനല്ലേ പോന്നെ? കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഇട്ടു.
ആ മിസ്റ്റർ വിജയ്, നിങ്ങൾ ഇന്നാണോ തിരിച്ചു പോകുന്നത്? അതെ സർ. എന്തായാലും നിങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചോളൂ. ആ. ഇന്ന് വൈകിട്ട് മീനുന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എസ് രാജ്കുമാർ വരുന്നുണ്ട്. അതിന് മുൻപായി നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് നമുക്ക് വൈകിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ സർ. ബൈ. സീ യു. ചേട്ടാ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ? സർപ്രൈസ്. ഓക്കെ യാ. ഓക്കെ വിജയ്, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാന്നല്ലേ പറഞ്ഞേ? ഞാൻ എന്ത് ചോദിച്ചാലും തരോ? എന്ത് വേണേലും ചോദിച്ചോ. പ്രോമിസ്? പ്രോമിസ്. അപ്പോഴേ ഇന്ന് ഇന്ത്യക്ക് പോകാതെ 1 വീക്ക് കഴിഞ്ഞിട്ടേ പോകാവൂ. എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നിന്നെ കാണാതെ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്നാൽ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതെ മീനു, എനിക്ക് തീർച്ചയായിട്ടും പോകണം. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ബ്യൂട്ടിഫുൾ വ്യൂ സർ. ഇതിന്റെ പേരാണ് ലക്ഷറി ലൈൻ. എനിക്കിതുപോലെ 12 എണ്ണം ഉണ്ട്. ആൻഡ് ഐ ഹാവ് 3 ഷിപ്സ്, 3 കപ്പലുകൾ. കം ലെറ്റ്സ് ഹാവ് എ ലുക്ക് ദേർ. ക്യാൻ യു സീ ദ പ്ലേസ്? നല്ല പച്ചപ്പായിരിക്കുന്നല്ലേ. അതിനടുത്ത് ഒരു 12 ഏക്കർ മുന്തിരിത്തോട്ടമുണ്ട്. That's mine. I see. അത് മാത്രമല്ല, ലണ്ടൻ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ്, ലോട്ട് ഓഫ് ബിസിനസ് ഐ ഹാവ്. എന്താ പറഞ്ഞത്? എല്ലായിടത്തും പ്രോപ്പർട്ടി ബിസിനസ് ഉണ്ടെന്നാ പറഞ്ഞത്.